വല്ല കള്ള ചാരായം ആണെങ്കിൽ പിന്നെ സഹിക്കാം. അതെ. പൊടിടത്തി തരാനായി മാത്രമാണ് ഞാനിപ്പോ വന്നതെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പിന്നെ വന്നത് പൊടിപ്രശ്നത്തിനല്ല, ജീവിത പ്രശ്നത്തിനാണ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യമായി ആലോചിച്ചു നോക്കി. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കറപുരണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടാ എന്ന് തോന്നി. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും കൂട്ടായിട്ട്. പക്ഷേ ഒന്നുകൂടി ശരിക്കാലോചിച്ച് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മീൻ കച്ചവടക്കാരുടെ മടിയിലുള്ള രൂപനോട്ട് കണ്ടിട്ടുണ്ടോ? അഴുക്കം പിടിച്ച് അരികെല്ലാം മടങ്ങി മടക്കെല്ലാം കീറി നാറ്റവുമായി. അതുപോലത്തോളാണ് ഞാനും. നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. നോട്ട് അഴുക്കാണെങ്കിലും അല്പം കീറിയാണെങ്കിലും അതിന്റെ വില കുറയുന്നില്ല. ആട്ടെ, നിനക്ക് എവിടുന്ന പെട്ടെന്ന് ഈ ഭൂതോദയം ഉണ്ടായത്? ബോധിമരത്തിന്റെ അടിയിലിരുന്നപ്പോഴല്ല, മറ്റൊരുത്തന്റെ മാറി ചാരിക്കിടന്നപ്പോഴാണ്. പൊടി വലിച്ചത് ഞാനല്ലേ? അല്ലേലും ആണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ഞങ്ങൾ സ്ത്രീകളല്ലേ? മാലതി, പുതിയ ജീവിതം തുടങ്ങിയതിന്റെ എന്തെങ്കിലും ലക്ഷണമാക്കുന്നുണ്ടോ? എവിടെ? ഇവിടെ. അയ്യോ, 1/2 കിലോ കുറഞ്ഞല്ലോ. അത് മാത്രമല്ല, പൊടി സായത്തിന്റെ ലക്ഷണം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാല് എല്ലാരും സാറേന്ന് വിളിക്കും, പിന്നെ നിങ്ങൾ ജോലിയും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇനി അടിതടയൊക്കെ നിർത്തണം കേട്ടോ. നോക്കാം. ഇതെന്താ എഴുതിയിരിക്കുന്നത്? വീണ്ടും വരികയെന്നാണ്. ഇത് കണ്ണാടിയിൽ എഴുതാൻ സ്ഥലം കിട്ടിയതാ? ഇവിടെ വരുന്നവരെല്ലാം പോകുമ്പം ഈ കണ്ണാടി നോക്കി തല ചെയ്യും. അപ്പൊ ഇത് വാങ്ങിക്കുമല്ലോ, അതിനു വേണ്ടിയാ. ആദ്യം അത് തൂത്തുകള. അപ്പേ ഇടോ ഇടോ തന്നെ തന്നെയാ. ആരെ? എന്നെയാ? ഇടോ, ഇയാളെ എന്താ പറഞ്ഞ് വിളിക്കണം? എടാ വേലിച്ചെറുക്ക എന്ന് വിളി. ഒന്ന് പോടോ. താനിങ്ങോട്ടൊന്ന് വരാവോ? എന്തിന്? അയ്യോ, ആ കപ്പ വെന്ത് കുഴഞ്ഞു കാണും. അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാവോ?
എന്തൊരു കുളിയാ ഇത്? എന്ത് കുളിയാ? ഇങ്ങനെ വാ തുറന്നിട്ടാ കുളിക്കുന്നേ? ഇവിടെ താൻ മാത്രമല്ലേ ഉള്ളൂ. എന്റെ പൊന്ന് തമ്പുരാട്ടി, ആദ്യമായിട്ട് നാണമെന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇതുവരെ ശീലിച്ചൊക്കെ ഒന്ന് മറക്കാൻ പഠിക്കണം. പിന്നെന്തൊക്കെ പഠിക്കണം? ഈ ശരീരം മറ്റാരെയും കണക്കായിരിക്കാൻ പഠിക്കണം. എന്നാലേ സാറ് തന്നെ വാതിലടച്ചോണ്ട് ഒന്ന് പുറത്തേക്ക് ചെല്ലാമോ? പിന്നെ സാർ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? ഇത് കണ്ടോ? എന്റെ ഭർത്താവിനെ കൂടാതെയുള്ള സന്തോഷമോ സ്വർഗീയ സുഖാനുഭവങ്ങൾ പോലുമോ ഞാൻ കാക്ഷിക്കുന്നില്ല. അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് സാവിത്രി പറഞ്ഞു. ഇത് കേട്ട യമൻ എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സത്യവാന്റെ ജീവനെ ബന്ധിച്ചിരുന്ന കെട്ടഴിച്ചു. ഹേ ഭാഗ്യവതിയും ഭർത്തൃഭക്തിയുമായ സതീരത്നമേ, ഭവതിയുടെ ഭർത്താവിനെ ഞാൻ ഇതാ മോചിപ്പിച്ചിരിക്കുന്നു. വിജയം കൈവരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെ സാവിത്രി തന്റെ സാമർഥ്യം കൊണ്ട് തന്റെ ഭർത്താവിനെ രക്ഷിച്ച് ഭാഗ്യത്തിലേക്ക് നയിച്ചു. നീ ഇതിങ്ങനെ ഓടിച്ചു വായിക്കുന്നല്ലോ, ഇതിന് മുൻപ് ഇത് വായിച്ചിട്ടുണ്ടോ? വായിക്കുന്നു, പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചപ്പോൾ മനസ്സിലായില്ലായിരുന്നു. ചാരിത്രം നഷ്ടപ്പെട്ടു പോയതിനു ശേഷമാണ് ചാരിത്രശുദ്ധിയെപ്പറ്റി ശരിക്കും മനസ്സിലായത്. കാശും പണവും ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിൽ ചാരിത്രം മാത്രമല്ല എന്ത് വേണമെങ്കിലും സുരക്ഷിതമാക്കാമായിരുന്നു. എന്താ ചിരിക്കുന്നത്? പണക്കാരെല്ലാം ചാരിത്രശുദ്ധിയുള്ളവരാണെന്നാണോ നിന്റെ വിചാരം? പിന്നെ എന്റെ ഒരു അനുഭവം പറയാം. കണ്ടമാനം പണമുള്ള ഒരു പണക്കാരൻ, എന്തോ പൂർവ്വവിരോധമായിരിക്കാം, അടിച്ച് സൂപ്പാക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു പണക്കാരൻ 1000 രൂപ എന്റെ കയ്യിൽ എടുത്തിരുന്നു. ഞാൻ അയാളുടെ ബംഗ്ലാവിലെത്തുന്നു. ചെന്നപ്പോൾ അങ്ങനെ അവിടുന്നും കിട്ടി 1000 രൂപ. അവര് വലിയ കാശുകാരന്റെ ഭാര്യയല്ലേ, പിന്നെന്തിനാ റൂട്ട് തെറ്റിപ്പോയത്? നിന്റെ വയറ് കത്തിയപ്പം നിന്റെ റൂട്ട് തെറ്റി, അവളുടെ കൊഴുപ്പ് കത്തിയപ്പം അവളുടെ റൂട്ട് തെറ്റി. എന്നിട്ട് ഇവരോട് ചാരിത്രശുദ്ധിയെ കുറിച്ച് ചോദിച്ചേ, 24 മണിക്കൂറും ശ്വാസം വിടാവുന്ന പ്രശ്നം എന്താ? എങ്ങനെയുണ്ട് പറയട്ടെ. ഒരു പാർട്ടി എന്റെ കൂടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേറൊരു പാർട്ടി അകത്തേക്ക് കയറുന്നു. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഷോക്ക് അടിച്ച പോലായി. അതെന്താ? അവർ രണ്ടുപേരും അച്ഛനും മോനുമായിരുന്നു. വലിയ ബഹളം നടന്നാണല്ലോ. പിന്നെ എന്തുകൊണ്ടാന്നറിയാമോ? എന്റെ വീട്ടിൽ വന്നതിനൊന്നുമല്ല, അച്ഛനേക്കാൾ മോന് 5 രൂപ കൂട്ടി തന്നുപോയി. ഞാൻ വേറൊരു കഥയോട് തിരിച്ചു പോയതാ. എന്റെ അടുത്തോടെ പറഞ്ഞിട്ട് ചിരിക്കുന്നു. വേണ്ട, വൃത്തികേടാ. ഓ, വല്ലാത്ത വൃത്തികേട്, ഞാൻ കാണാത്തത്. കേട്ട് കഴിഞ്ഞു പിന്നെ വൃത്തികേടാണെന്നും പറയരുത്. ഇല്ലില്ല, പറയാനേ. ഇതിനേക്കാൾ അശ്ലീലം എനിക്കറിയാം. കേക്കട്ടെ, വേണ്ട പറയാൻ. എന്തിനാ മറിയ നീ അയാളുടെ പിറകിന് നടക്കുന്നത്? അയാൾ ചീത്തയാ. ഒരു പക്ഷേ അയാൾ നിന്നെ കല്യാണം കഴിച്ചാൽ തന്നെയും അയാളുടെ കൂടെ അവസാനം വരെ സമാധാനത്തോടെ ജീവിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ജീവിക്കുന്നതോ? ജീവിക്കുമെന്നോ? മാനം വിറ്റ് കഴിഞ്ഞുകൂടുകയാണ്. വിശപ്പിന് ആഹാരവും കൊടുക്കാൻ തുണിയും കിട്ടും. പക്ഷേ യാചിച്ചു കഴിയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടുന്ന സ്ഥാനമോ അന്തസ്സോ പോലും ഇവിടെ കിട്ടില്ല. വണ്ടിനെ പിടിച്ച് തീപ്പെട്ടിക്കുള്ളിലാക്കി കളി കാണുന്നത് പോലുള്ള ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് എന്റെ ഈ വെപ്പാട്ടി ജീവിതം. പിന്നെ പലരുടെ മുമ്പിൽ പല്ലിടിച്ച് കാണിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്ന് കരുതി കഴിയുകയാണ്. എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടതുമില്ല. അപ്പോ നിനക്കും ഇവിടുത്തെ ജീവിതം മടുത്തു.
സമയത്തിന് ആഹാരം, ഇഷ്ടം പോലെ ഉടുപ്പ്, എന്റെ കൂടെ കിടക്കാൻ ഫോമിന്റെ മെത്ത. ഇതിൽ കൂടെ നിനക്ക് എന്താ വേണ്ടത്? എന്ന് നീ പിറുപിറുക്കാൻ തുടങ്ങിയോ അന്ന് നിന്റെ അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ല. പടം നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഴുക്കെടുത്ത് ജീവിക്കുന്ന തോട്ടി അവസാനം വരെ എന്ത് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു. എനിക്കതിലും ഇഷ്ടപ്പെട്ടത് തുച്ഛമായ വരുമാനം കൊണ്ട് എത്ര സംതൃപ്തിയോടെ കുടുംബം നടത്തുന്നു. നമുക്കും അങ്ങനെ ജീവിച്ചാലെന്താ? അതെ, പണ്ടൊക്കെ നിനക്ക് ഒരു മാസം എന്ത് വരുമാനം കിട്ടുമായിരുന്നു? ദേഷ്യപ്പെടാതെ. എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പെരുന്നാളോ ഉത്സവങ്ങളോ ലീവ് ദിവസങ്ങളോ പിന്നെ സമ്മേളനമോ എക്സിബിഷനോ വല്ലതും നടക്കുന്ന ദിവസങ്ങളിൽ വരുമാനം ഡബിളാ. അപ്പോ ചെലവ്? എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരു 50 രൂപ ചെലവായാൽ അമ്പലം, നേർച്ച, ദാനധർമ്മം എന്തെങ്കിലും ഒരു 100 രൂപ ചെലവാകും. മീറ്റിംഗ്? അതെ, ഒന്ന് ശ്രദ്ധിക്കുക. അയാൾ നല്ലതുപോലെ നിനക്കെല്ലാം അറിയാം. പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്? ഇനി ഏതവനെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, ഇടിച്ചവന്റെയൊക്കെ പല്ലി ഞാൻ കുഴിക്കും. കുറച്ചിരിക്കും, ഞാനിപ്പോ വരാം. നീ എവിടെ പോയി? പതിവ് പോലെ ഞാൻ മരുന്ന് കഴിക്കാൻ പോയതാ. പക്ഷെ ഞാനിപ്പോ കഴിച്ചില്ല. നീ വാ. ഇരിയടി പിന്നെ പാമ്പ് തന്നെത്താൻ ചട്ട കളയുന്ന മാതിരി എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു മിഷൻ പോലെ നിൽക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഇന്ന്